കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചയ്ക്കായി ബി.ജെ.പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരും. വൈകുന്നേരം ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ പാർലമെന്ററി സമിതി അംഗങ്ങൾ, കർണാടക ബി.ജെ.പി നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുകയാണ്. ആന്റണി, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അജി, ഈ കർണാടകയിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത് വൈകുകയായിരുന്നു. ഇതുവരെ നേരത്തെ കോൺഗ്രസും ജെ.ഡി.എസും അടക്കമുള്ള കക്ഷികൾ അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോഴും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചൊരു അനിശ്ചിതത്വം തുടരുകയായിരുന്നു. ഏതായാലും ഇന്ന് ആ പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് ബി.ജെ.പി പറയുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് ബി.ജെ.പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. ഈ സമിതി യോഗത്തിൽ ഈ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ അടക്കമുള്ളവരും, കർണാടകയിൽ നിന്ന് മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മെ, അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ബി.എസ്. യെദ്യൂരപ്പ തുടങ്ങിയ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടിയോ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കാനാണ് ബി.ജെ.പി തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡൽഹിയിലും ബംഗളൂരുവിലുമായി ഇതിന്റെ ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. ഇന്നലെയും അമിത്ഷാ ഉൾപ്പെടെ പങ്കെടുത്ത കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു. ഇക്കാര്യങ്ങളിൽ ഒരു അന്തിമ ധാരണ ഇന്നലത്തെ യോഗത്തിലായിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ അത് അന്തിമ പ്രഖ്യാപനത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ബി.ജെ.പിക്കുള്ളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അവർ പലരും സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതാണ് ഈ സ്ഥാനാർത്ഥി നിർണയം കർണാടകയിൽ വൈകാൻ കാരണമായി പ്രധാനമായും ഉള്ളത്. ഈ കഴിഞ്ഞ ആഴ്ച കോർ കമ്മിറ്റി യോഗം, ബി.ജെ.പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഉൾപ്പെടെ ബംഗളൂരുവിൽ ചേർന്നെങ്കിലും ഇക്കാര്യങ്ങളിലൊന്നും ഈ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ധാരണയായിരുന്നില്ല. ഏതായാലും ഇന്നലെ പ്രഖ്യാപിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ നേതാക്കൾ പറഞ്ഞിരുന്നത്. അതായത് ശനിയാഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെയും ആ പ്രഖ്യാപനം നടന്നില്ല. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന ആണ് ബി.ജെ.പി പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനം വരേണ്ടത്. അതുപോലെ തന്നെ കോൺഗ്രസും നേരത്തെ 166 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ 124 സീറ്റുകളിലേക്കും പിന്നീട് 42 സീറ്റുകളിലേക്കുമാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഇപ്പോഴും പക്ഷേ 58 സീറ്റുകളിൽ തർക്കങ്ങൾ തുടരുകയാണ്. ബാക്കി 58 സീറ്റുകളാണ് ഇനി കോൺഗ്രസ് പ്രഖ്യാപിക്കാനുള്ളത്. ആ സീറ്റുകളിൽ പ്രധാനമായും ഡി.കെ. ശിവകുമാറും അതുപോലെ തന്നെ സിദ്ധരാമയ്യ പക്ഷവും തമ്മിലുള്ള തർക്കങ്ങളാണ്. അവരുടെ അനുയായികൾക്ക് സീറ്റ് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതാണ് ഈ 58 സീറ്റുകളുടെ കാര്യത്തിൽ ഒരു തടസ്സമായി നിലവിൽ നിൽക്കുന്ന ഒരു കാര്യം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. കോൺഗ്രസും അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണുള്ളത്. നേരത്തെ രാഹുൽ ഗാന്ധി കോലാറിൽ ഒരു പൊതുസമ്മേളനം നടത്തുന്ന കാര്യം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഈ കോൺഗ്രസിൽ ഈ തർക്കത്തെ തുടർന്ന് അത് ഇപ്പോൾ മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഈ ബി.ജെ.പി കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടുകൂടി കൂടുതൽ കർണാടകയിൽ പ്രചരണ രംഗം കൂടുതൽ സജീവമാകും. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കർണാടകയിലേക്ക് എത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി കർണാടകയിൽ എത്തിയിട്ടുള്ളത്. ബന്ദിപ്പൂരിൽ ദേശീയ കടുവ സങ്കേതം മോദി സന്ദർശിച്ചു. അവിടെ ഈ ടൈഗർ പ്രോജക്റ്റിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും മോദി പങ്കെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ മോദിയും വീണ്ടും കർണാടകയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വൈകുന്നേരം ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക കർണാടകയിൽ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. അജി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയിൽ എത്തും. കർണാടകയിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഈ വാർത്തകളിലേക്ക് വിവരങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് ആന്റണി ജിസ് ജോർജ്.